വെൽക്കം ടു ഇതിഹാസ അക്കാഡമി. ഇതിഹാസ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ICDS സൂപ്പർവൈസറുമായിട്ട് ബന്ധപ്പെടുത്തിയ നമ്മുടെ സോഷ്യോളജി ഭാഗത്ത് നിന്നുള്ള ചില വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ആണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹലോ, വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഇൻ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടൊരു പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചില പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയതും മറ്റു ചില ഭാഗങ്ങളുമാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ കൾച്ചറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്താൽ, ദ ഫീലിംഗ് ഓഫ് ഓൺസ് ഓൺ കൾച്ചർ ഇസ് ബെറ്റർ ദാൻ ദി അതർ ഈസ് കാൾഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ തിയറി പാർട്ടിൽ ഇവയെല്ലാം തന്നെ വ്യക്തമായിട്ട് പഠിക്കും നെക്സ്റ്റ് ക്ലാസ്സുകളിൽ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു പോയത്. അപ്പോൾ കൾച്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നത് ഒരു വ്യക്തി ദ ഫീലിങ്സ് ഓൺസ് ഓൺ കൾച്ചർ ഈസ് ബെറ്റർ ദാൻ അതർ കൾച്ചർ. അപ്പോൾ എൻ്റെ സംസ്കാരം മറ്റൊരു സംസ്കാരത്തേക്കാൾ വളരെ മഹത്തരമാണെന്നുള്ളൊരു ഫീലിങ്സ് എൻ്റെ മനസ്സിലുണ്ടല്ലോ. ആ ഒരു ഫീലിങ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ആ ഒരു കോൺസെപ്റ്റ് ഫീലിങ്സ് ഓൺസ് ഓൺ കൾച്ചർ ഈസ് ബെറ്റർ ദാൻ ദി അതർ കൾച്ചർ. മറ്റൊരു സംസ്കാരത്തെക്കാട്ടിലും മഹത്തരമാണ് എൻ്റെ സംസ്കാരം എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേര് കൾച്ചർ ഡിഫ്യൂഷൻ, എഥനോസെൻട്രിസിസം, അക്കൾച്ചറൈസേഷൻ ആൻഡ് സബ് കൾച്ചർ. The correct answer is ethnocentrism. The feelings of one's own culture is better than the other culture is called ethnocentrism എന്ന കോൺസെപ്റ്റാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ എൻ്റെ സംസ്കാരത്തെ മറ്റു സംസ്കാരത്തെക്കാറ്റിയും ബെറ്റർ ആണെന്നുള്ള ഫീലിങ്സ് എൻ്റെ ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേര് എഥനോസെൻട്രിസിസം ആണ്. ഇനി എഥനോസെൻട്രിസിസം എന്നറിയപ്പെടുന്ന കോൺസെപ്റ്റിനെ നമ്മൾ സോഷ്യോളജിക്കൽ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സോഷ്യോളജിസ്റ്റ് വില്യം ഗ്രഹാം William Graham Sumner. In 1906, he described the term ethnocentrism involved the belief or attitude that one's own culture is better than the others. അതായത് ഈ ഒരു ഫീലിങ്സ് കൊണ്ടുവന്നത് ആരായിരുന്നു? വില്യം ഗ്രഹാം സംനർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഹി ഡിസ്ക്രൈബ്ഡ് ദ ടേം. അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു എഥനോസെൻട്രിസിസത്തെ അദ്ദേഹം വിവരിച്ചതെന്ന് പറയുമ്പോൾ ഹി ഇൻവോൾവ് എ ബിലീഫ്. ഇതൊരു വിശ്വാസമാണ്. ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ചില വിശ്വാസ പ്രമാണങ്ങളാണ്. അതായത് ചില വ്യക്തികളുടെ എന്താണ് സ്പെഷ്യൽ കൾച്ചറിൻ്റെ ഒരു വിശ്വാസമാണ്. അതായത് എൻ്റെ ബിലീഫ് ഓർ ആറ്റിറ്റ്യൂഡ്, എൻ്റെ മനോഭാവം അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം ദാറ്റ് ഓൺസ് ഓൺ കൾച്ചർ, എൻ്റെ സംസ്കാരം മറ്റ് സംസ്കാരത്തെക്കാട്ടിലും വളരെയധികം ഡെവലപ്ഡ് ആണ്, അല്ലെങ്കിൽ കൂടുതൽ സമ്പന്നമാണ്, അല്ലെങ്കിൽ കൂടുതൽ സംസ്കാര സമ്പന്നരാണ് എന്നൊക്കെ ഉള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ. ആ ഒരു ബിലീഫിനെ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ വിളിക്കുന്ന ടേമാണ് ethnocentrism. അപ്പോൾ ethnocentrism is the term first of all coined by one of the most famous sociologist William Graham Sumner ആണ്. He described the term involved the belief or attitude that one's own culture is better than the others. Okay, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഹിയർ ദ കറക്റ്റ് ആൻസർ, ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? എഥനോസെൻട്രിസിസം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ദ ഫീലിങ്സ് ഓൺസ് ഓൺ കൾച്ചർ ഈസ് ബെറ്റർ ദാൻ ദ അതർ ഈസ് കാൾഡ് എഥനോസെൻട്രിസിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ റോട്ട് ദ ഫേമസ് ബുക്ക് എലിമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്? എലിമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് എന്ന പുസ്തകം രചിച്ചതാരാണ്? മാക്സ് മുള്ളർ, ജെയിംസ് ഫ്രൈസർ, എമിലി ഡർക്കിം, മെലനോൺസ്കി. ദ കറക്റ്റ് ആൻസർ എമിലി ഡർക്കിം. എമിലി ഡർക്കിമിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ദ ഫേമസ് ബുക്ക് എലിമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്. എലിമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്, ദ ബുക്ക് റിട്ടൺ ബൈ, ഈ പുസ്തകം എഴുതിയത് ആരായിരുന്നു? എമിലി ഡർക്കിമാണ്. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എലിമെൻ്ററി ഫോംസ് ഓഫ് ദ റിലീജിയസ് ലൈഫ് റിട്ടൺ ബൈ എമിലി ഡർക്കിം, മറക്കില്ലല്ലോ. ഓക്കെ, ദ മോഡിഫിക്കേഷൻ ഓഫ് കൾച്ചർ ത്രോ ദ കോണ്ടാക്ട് വിത്ത് അതർ കൾച്ചർ. അതായത് നമ്മുടെ സംസ്കാരം മറ്റ് സംസ്കാരവുമായിട്ട്, നമുക്കറിയാമല്ലോ നമ്മളൊരു ചൈനീസ് കൾച്ചറുമായിട്ട് അല്ലെങ്കിൽ യൂറോപ്യൻ സംസ്കാരവുമായിട്ടൊക്കെ നമുക്ക് ഡെയിലി ആയിട്ടുള്ള നമ്മുടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ മറ്റ് സംസ്കാരവുമായിട്ടുള്ള സംസർഗത്തിൻ്റെ അല്ലെങ്കിൽ കോണ്ടാക്റ്റിൻ്റെ ഫലമായിട്ട് നമ്മുടെ സംസ്കാരത്തെ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്?
എക്വൽട്ടറൈസേഷൻ, കൾച്ചർ റിലേറ്റീവിസം, അക്വൽട്ടറേഷൻ, കൾച്ചറൽ പ്ലൂറലിസം. കറക്റ്റ് ആൻസർ എൻകുൾട്ടറൈസേഷൻ, കൾച്ചർ റിലേറ്റീവിസം, അക്വൽട്ടറേഷൻ, കൾച്ചറൽ പ്ലൂറലിസം. സോ ദ കറക്റ്റ് ആൻസർ, ഒരു മോഡിഫിക്കേഷനെ വിളിക്കുന്ന പേര് കൾച്ചറൽ പ്ലൂറലിസം എന്നാണ്. അപ്പോൾ മനസ്സിലാക്കണം, ദ മോഡിഫിക്കേഷൻ ഓഫ് കൾച്ചർ ത്രോ ദ കോണ്ടാക്ട് വിത്ത് അനദർ കൾച്ചർ. അപ്പോൾ നമ്മൾ തന്നെ മറ്റൊരു സംസ്കാരം, ഇപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൻ്റെ ഒക്കെ കൊളോണലൈസേഷൻ്റെ ഫലമായിട്ട് നമുക്ക് ഒരുപാട് നമ്മുടെ സംസ്കാരത്തിന് ഒരുപാട് മോഡിഫിക്കേഷൻസുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ മറ്റൊരു സംസ്കാരത്തിൻ്റെ ബിലീവ്സുകളും മറ്റുമൊക്കെ തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ പാർട്ടായിട്ട് കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ സംസ്കാരത്തിന് മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ അങ്ങനെ ഒരു സംസ്കാരത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നത്? അക്വൽട്ടറേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അക്വൽട്ടറേഷൻ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ, അക്വൽട്ടറേഷൻ. മറക്കില്ലല്ലോ. അപ്പോൾ മോഡിഫിക്കേഷൻ ഓഫ് കൾച്ചർ ത്രോ ദ കോണ്ടാക്ട് വിത്ത് അനദർ കൾച്ചർ ഈസ് കാൾഡ് ഓപ്ഷൻ സി, അക്വൽട്ടറേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ എഥനോസെൻട്രിസിസം എന്താണെന്ന് പഠിച്ചു, അക്വൽട്ടറേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എഥനോസെൻട്രിസിസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ദ ഫീലിങ്സ് ഓൺസ് ഓൺ കൾച്ചർ ഈസ് ബെറ്റർ ദാൻ ദി അതർ കൾച്ചർ ഈസ് എഥനോസെൻട്രിസിസം. മറക്കില്ലല്ലോ. നെക്സ്റ്റ് അക്വൽട്ടറേഷൻ എന്ന് പറയുമ്പോൾ മോഡിഫിക്കേഷൻ ഓഫ് യുവർ ഓൺ കൾച്ചർ വിത്ത് കോണ്ടാക്ട് വിത്ത് അതർ കൾച്ചർ, ദാറ്റ് ഈസ് കാൾഡ് ദി അക്വൽട്ടറേഷൻ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എലിമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്, ദാറ്റ് ബുക്ക് വാസ് റിട്ടൺ ബൈ എമിലി ഡർക്കിം. ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വളരെ പ്രാധാന്യമറിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഡാഷ് ഓൾവേസ് ഡിനോട്ട് ദ ഡെഫിനറ്റ് ലൊക്കാലിറ്റി ഓഫ് ദി ജോഗ്രഫിക്കൽ ഏരിയ. നമ്മൾ ഒരു പ്രത്യേക എന്താ പറയുന്നത്, ജോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ ലൊക്കാലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര്, ആ ഒരു പ്രദേശത്തിൻ്റെയോ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഭൂപ്രദേശത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഗ്രൂപ്പിനെ ഡിനോട്ട് ചെയ്തുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ നമ്മളൊരു ലൊക്കാലിറ്റി ബേസ്ഡ് ഒരു പ്രത്യേക വിഭാഗം ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് താമസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ എന്ന് പറയുമ്പോൾ ആ വിഭാഗത്തെ വിളിക്കുന്ന പേര് ഇൻസ്റ്റിറ്റ്യൂഷൻ, അസോസിയേഷൻ, ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി. എന്താണ്? ഡാഷ് ഓൾവേസ് ഡിനോട്ട്സ് എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി ഓഫ് ദ ജോഗ്രഫിക്കൽ ഏരിയ ഈസ് കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അസോസിയേഷൻ, ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി. ഹിയർ ദ കറക്റ്റ് ആൻസർ എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചു. ലൊക്കാലിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ കമ്മ്യൂണിറ്റി ആയിരിക്കും, അല്ലേ? കമ്മ്യൂണിറ്റി ആണ്. ഓക്കെ, സമുദായം എന്ന് പറയും. ഓക്കെ. ഹൂ അമംഗ് ദ ഫോളോയിങ് എക്സ്പ്ലെയിൻ സോഷ്യോളജി ആസ് ദ ഹ്യൂമാനിസ്റ്റിക് ഡിസിപ്ലിൻ? ഹ്യൂമാനിസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ സോഷ്യോളജി ഒരു മാനവികതമായ സബ്ജക്റ്റ് എന്ന് വിളിച്ചത്, മാനവിക വിഷയം എന്ന് സമൂഹശാസ്ത്രത്തെ വിളിച്ചത്, എക്സ്പ്ലെയിൻ ചെയ്തത് താഴെ തന്നിരിക്കുന്ന ഏത് എമിനൻ്റ് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു? തോമസ് ലുക്മാൻ, പീറ്റർ ബർഗർ, ഡെറിഡ, ആൽത്തുസർ. ആരായിരുന്നു? തോമസ് ലുക്മാനാണോ, പീറ്റർ ബർഗറാണോ, ഡെറിഡയാണോ, ആൽത്തുസർ ആണോ? കറക്റ്റ് ആൻസർ. അപ്പോൾ മനസ്സിലാക്കുക, കുറച്ച് കൺഫ്യൂഷൻ വരാൻ കാര്യം ഇതിൽ തോമസ് ലുക്മാനും പീറ്റർ ബർഗറുമാണ് പ്രധാനപ്പെട്ട ഹ്യൂമാനിസ്റ്റ് ഡിസിപ്ലിനെ എക്സ്പ്ലെയിൻ ചെയ്തവരെങ്കിലും ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ദ ഫോളോയിങ് എക്സ്പ്ലെയിൻ സോഷ്യോളജി ആസ് എ ഹ്യൂമാനിസ്റ്റ് ഡിസിപ്ലിൻ ബൈ പീറ്റർ ബർഗർ ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, പീറ്റർ ബർഗർ ആണ്. കറക്റ്റ് ആൻസർ എന്താണ്? പീറ്റർ ബർഗർ. മറക്കരുത്. ഹൂ അമംഗ് ദ ഫോളോയിങ് എക്സ്പ്ലെയിൻ ദ സോഷ്യോളജി ആസ് എ ഹ്യൂമാനിസ്റ്റ് ഡിസിപ്ലിൻ എന്ന് എക്സ്പ്ലെയിൻ ആദ്യമായിട്ട് ചെയ്തത് പീറ്റർ ബർഗർ ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, പീറ്റർ ബർഗർ. മറക്കില്ലല്ലോ. വളരെ പ്രാധാന്യമറിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ്ലി ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നൊരു പുതിയ ടോപ്പിക്കാണ്. നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് ഇതാണ്, സോഷ്യലൈസേഷൻ. ഇതാണ് സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര്. നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം. വാട്ട് ഈസ് എ സോഷ്യലൈസേഷൻ? എന്താണ് സാമൂഹ്യവൽക്കരണം? അപ്പോൾ സോഷ്യലൈസേഷൻ ഈസ് ബൈ വിച്ച് ചിൽഡ്രൻ ആൻഡ് അഡൽട്ട് ലേൺ ഫ്രം അതേഴ്സ്. അപ്പോൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും മറ്റുള്ളവരിൽ നിന്നും, നമ്മുടെ സൊസൈറ്റിയിൽ നിന്നോ, നമ്മുടെ കൊളീജിയൽസിൽ നിന്നോ, നമ്മുടെ പിയർ ഗ്രൂപ്പിൽ നിന്നോ, എനിത്തിങ് വി അക്വാർഡ് ഫ്രം എനിവെയർ ഓർ എനി പീപ്പിൾ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും നിന്നും ഒക്കെ തന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സാമൂഹ്യവൽക്കരണം. ഓക്കെ, അപ്പോൾ സോഷ്യലൈസേഷൻ ദേ ഹാവ് ലോട്ട് ഓഫ് ഏജൻറ്റ്സ് ആൾസോ. സോഷ്യലൈസേഷൻ ഏജൻറ്റ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലി, സ്കൂൾ, പിയർ ഗ്രൂപ്പ്, അതൊക്കെ തന്നെ നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ തന്നെ നമ്മുടെ സോഷ്യൽ ഏജൻറ്റ്സ് ഓഫ് സോഷ്യലൈസേഷൻസ് ആണ്.
ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇത് ഓൾസോ നമ്മൾ എഡ്യൂക്കേഷൻ സോഷ്യോളജിയുടെ ഭാഗമായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ആൻഡ് ആൾസോ വി ഹാവ് അവയർനെസ് അബൌട്ട് ദി സബ്ജക്റ്റ് ദിസ് കോൺസെപ്റ്റ് ആൾസോ ഇൻ യുവർ എഡ്യൂക്കേഷൻ സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജിയിലും എന്താണ് സാമൂഹ്യവൽക്കരണം എന്ന് പഠിക്കുന്നു ഇല്ലേ. അവിടെ ഒരു കുട്ടി പിന്നെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലേണിങ്ങിനെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ യുവർ ഓൺ എക്സ്പീരിയൻസ്, നമ്മൾ ഡെയിലി ആയിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് വി അക്വേർഡ് മെനിത്തിങ്. അപ്പം നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്ന ആ ഒരു അറിവ്, അതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് അപ്പോൾ അത് തന്നെയാണ് എന്തെന്നറിയപ്പെടുന്നത് സോഷ്യലൈസ്. അവിടെ ഒരു പ്രോസസ്സ് വേണം, നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാത വേണം. ആ പാതയാണ് സോഷ്യൽ. അപ്പോൾ ഈ സോഷ്യലൈസേഷൻ ഇല്ലാതെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ദിവസേന നമുക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മെനിത്തിങ് വി അക്വയർ ഫ്രം യുവർ സൊസൈറ്റി ഇൻ യുവർ എവറിഡേ ലൈഫ് ഓൾസോ. അപ്പോൾ ഇതിനാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യലൈസേഷൻ, മെനി പീപ്പിൾ തിങ്ക് ദാറ്റ് സോഷ്യലൈസേഷൻ ഈസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻഫാൻറ്റ്. ചില ആൾക്കാർ വിശ്വസിക്കുന്നു ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സ് കുട്ടികൾ മാത്രമാണ് പലതും നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് പഠിക്കുന്നത്, മുതിർന്നവരൊന്നും പഠിക്കുന്നില്ല, പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ല, ബിക്കോസ് സൈക്കോളജിസ്റ്റ് നൗ റിയലൈസ് ദാറ്റ് സോഷ്യലൈസേഷൻ കണ്ടിന്യൂ ഓൾ അക്രോസ് യുവർ ലൈഫ് സ്പാൻ. നമ്മുടെ ജീവിതത്തിൻ്റെ ആകമാനം തന്നെ ഇൻഫാൻറ്റ് മുതൽ നമ്മുടെ എപ്പോഴാണോ നമ്മൾ ബോണപ്പ് ചെയ്യുന്ന അവിടെ മുതൽ നമ്മുടെ എൻഡിങ്, നിങ്ങളുടെ ഡെത്ത് വരെയും, നമ്മൾ ബർത്ത് ടു ഡെത്ത് വരെ, അതാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതചക്രം വരെയും, നമ്മുടെ ഒരു ജീവിതചക്രം തീർക്കുന്നത് വരെയും നമ്മൾ ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സിങ്ങിനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് സൈക്കോളജിസ്റ്റ് റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കണം അല്ലേ. സോ കണ്ടിന്യൂ ഓൾ അക്രോസ് യുവർ ലൈഫ് സ്പാൻ ആസ് ലോങ് ആസ് ടു പീപ്പിൾ കണ്ടിന്യൂ ടു ലേൺ. പിന്നെ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്നുവരെയാണോ ജനങ്ങൾ തൻ്റെ സോഷ്യൽ എക്സ്പീരിയൻസിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് അതുവരെയും ടിൽ കണ്ടിന്യൂ, എപ്പോഴിങ്ങനെ തുടർന്ന്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. സോഷ്യലൈസേഷൻ ഈസ് എ continuous process. We can acquire many things from your society. We learn many things from your school, social group, peer group, etc. This process is called the socialization. In the socialization, we have a lot of agents. നമ്മൾ socialization process നമുക്ക് ഒരുപാട് ഏജന്റ് ഉണ്ട്. First of all, your family. Many things we have acquired from your family, your parents, peer group, school, social institution, religious institution, laws, religion, കസ്റ്റംസ്, ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ നമ്മൾ പല കാര്യവും നമ്മൾ നേടിയെടുക്കുന്നു. ഇതിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണോ എൻ്റെ സൊസൈറ്റിയിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ഞാൻ നേടിയെടുക്കുന്നത്, ആ കാര്യങ്ങളെ അതിനൊരു നിർവചനം കൊടുക്കും. മറ്റുള്ളവർ പുതിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുട്ടികൾ മുതിർന്നവരിൽ നിന്നോ പിന്നെ പിയർ ഗ്രൂപ്പിൽ നിന്നോ തൻ്റെ സൊസൈറ്റിയിൽ നിന്നോ പഠിച്ചെടുക്കുന്നവയാണ് സോഷ്യലൈസേഷൻ. ഇനി നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാം. സോഷ്യലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ദാറ്റ് ഡെഫിനിഷൻ ഈസ് ഗിവൻ ബൈ W.H. Ochborn. W.H. Ochborn says, socialization is the process by which individual learn to conform to norms of the group. അതായത് W.H. Ochborn പറയുന്നു, സാമൂഹ്യവൽക്കരണം എന്നത് ഒരു വ്യക്തി തൻ്റെ ഗ്രൂപ്പ് മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയ. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ തൻ്റെ സൊസൈറ്റിയുമായിട്ട് സോഷ്യൽ ഓർഡറിനെ തനിക്ക് പൊരുത്തപ്പെടണം. ആ പൊരുത്തപ്പെടണമെങ്കിൽ പല കാര്യങ്ങളും തൻ്റെ സൊസൈറ്റിയിൽ നിന്ന് പഠിക്കണം. എൻ്റെ വാല്യൂസിനെയും നോംസിനെയും ഞാൻ പഠിച്ചിരിക്കണം. എന്താ എങ്കിൽ മാത്രമേ ഞാൻ ഈ സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് പല കാര്യങ്ങളും പഠിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു സോഷ്യൽ ഗ്രൂപ്പിലെ മെമ്പർ എന്നുള്ള നിലയിൽ ഒരു ഗ്രൂപ്പിൻ്റെ മാനദണ്ഡങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുക്കുന്നുവെങ്കിൽ ആ പഠിക്കുന്ന പ്രക്രിയയാണ്, ആ പ്രോസസ്സിങ് ഏരിയ, പ്രോസസ്സ്, വേ ഓഫ് പാത്ത് ഓഫ് യുവർ ലൈഫ്, അതിനെ വിളിക്കുന്ന പേരാണ് സോഷ്യലൈസേഷൻ. പഠിച്ചെടുക്കുന്നുള്ളത് അറിവായി. ഞാൻ പഠിച്ച് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ പഠിച്ചെടുത്താൽ അതെൻ്റെ നോളജായി. പക്ഷെ ആ പഠിച്ചെടുക്കാൻ എനിക്ക് കുറച്ച് ഏജൻസ് വേണമല്ലോ. ആ പഠിക്കുന്ന കാര്യങ്ങൾ, ആ പ്രോസസ്സിങ്ങിനെ പറയുന്ന പേരാണ് സോഷ്യലൈസേഷൻ അല്ലേ. നമ്മളിങ്ങനെ കണ്ടിന്യൂലി വി ഇൻട്രാക്റ്റഡ് വിത്ത് യുവർ സൊസൈറ്റി ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഇൻട്രാക്ഷൻ വി ഹാവ് ടു അക്വയർ മെനി തിങ് ഫ്രം യുവർ സൊസൈറ്റി. അങ്ങനെ പഠിച്ചെടുക്കുന്ന കാര്യം, ആ ബിലീഫ് ആയിരിക്കും, നോംസ്, റെഗുലേഷൻസ്. പഠിച്ചെടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സോഷ്യലൈസേഷൻ. ഈ ഡെഫിനിഷൻ കൊടുത്തത് ആരാണ്? W.H. Ochborn. മറക്കരുത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദ പ്രോസസ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ലേൺ ദ ലെസൺ ഓഫ് സൊസൈറ്റി. എന്താണോ സൊസൈറ്റിയുടെ ലെസൺ, സൊസൈറ്റിയിൽ നിന്ന് ഒരു വ്യക്തി എന്താണോ തൻ്റെ സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പാഠം, ആ പാഠത്തെ വിളിക്കുന്ന പേര് അക്കോമഡേഷൻ, സോഷ്യലൈസേഷൻ, അസിമിലേഷൻ, കോർപ്പറേഷൻ. കറക്റ്റ് ആൻസർ സോഷ്യലൈസേഷൻ. അല്ല, ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? സോഷ്യലൈസേഷൻ. അപ്പോൾ സോഷ്യലൈസേഷൻ സാമൂഹ്യവൽക്കരണം, ദ പ്രോസസ് ഇൻ വിച്ച്
ഇൻഡിവിജ്വൽ ലേൺ ദ ലെസൺ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ തൻ്റെ സൊസൈറ്റിയിൽ നിന്ന് ഒരു വ്യക്തി അല്ലെങ്കിൽ സൊസൈറ്റിയിലെ മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ കുറച്ച് പാഠങ്ങൾ പഠിച്ചെടുക്കുന്നു. ആ പാഠത്തെ, ആ ലെസൺ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സോഷ്യലൈസേഷൻ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ബഗാഡ്. ഇനി മറ്റ് നമുക്ക് വളരെ പ്രാധാന്യപ്പെട്ടിട്ടുള്ളൊരു നിർവചനം നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ബഗാഡസിൻ്റെ നിർവചനം നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ബഗാഡ്, ഈസ് എ ഫേമസ് സൈക്കോളജിസ്റ്റ് ആണ് ബഗാഡ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സോഷ്യലൈസേഷൻ ആസ് എ പ്രോസസ് ഓഫ് വർക്കിംഗ് ടുഗദർ ഓഫ് ഡെവലപ്പിംഗ് ഗ്രൂപ്പ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബീയിങ് ഗൈഡഡ് ബൈ ദ വെൽഫെയർ നീഡ് ഓഫ് ദ അതേഴ്സ്. അതായത് എൻ്റെ സൊസൈറ്റിയിലെ മറ്റുള്ളവരുടെ വെൽഫെയർ, സാമൂഹ്യക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ മറ്റുള്ളവരോടൊപ്പം തന്നെ വർക്കിംഗ് ടുഗദർ ടു ഡെവലപ്പ് എ ഗ്രൂപ്പ് റെസ്പോൺസിബിലിറ്റി, ഒരു ഗ്രൂപ്പിൻ്റെ ഉത്തരവാദിത്തത്തെ വികസിപ്പിക്കാൻ. എന്ന് വെച്ചാൽ എൻ്റെ സൊസൈറ്റിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് മറ്റുള്ളവരോട് ചേർന്നല്ലേ എനിക്ക് പഠിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം ഞാൻ ഈ സൊസൈറ്റിയിലെ മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് സൊസൈറ്റിയോട് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എനിക്ക് എന്നോടും ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റീസുകൾ ഞാൻ പഠിച്ചെടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എൻ്റെ വെൽഫെയർ ഓഫ് യുവർ സൊസൈറ്റി, എൻ്റെ സൊസൈറ്റിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ആ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് എൻ്റെ സൊസൈറ്റിയിൽ നിന്നും ഞാൻ നേടിയെടുക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ, അതിനെ പറയുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനെ പറയുന്ന പേര്. അപ്പോൾ ആ ഉത്തരവാദിത്തം എനിക്ക് നേടിയെടുക്കുന്ന എനിക്ക് ഒറ്റയ്ക്ക് ശ്രമിച്ചുകൊണ്ടാൽ കഴിയത്തില്ല. അതിന് എനിക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നൊരു പ്രക്രിയയാണ്. സോഷ്യലൈസേഷൻ ഈസ് എ പ്രോസസ് വർക്കിംഗ് ടുഗദർ വിത്ത് എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. വി ഓൾവേസ് വർക്കിംഗ് ടുഗദർ. അല്ല, ഞങ്ങളെല്ലാവരും ഒരു സൊസൈറ്റിയിലെ മെമ്പറാണ്, ഹ്യൂമൻ ബീങ്. അപ്പം നമ്മൾ ഒരുമിച്ച് ചേർന്ന് കൊണ്ട് നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ എൻ്റെ സൊസൈറ്റിയുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ കഴിയത്തുള്ളൂ. അങ്ങനെ ആ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഞാനൊരു സോഷ്യൽ ഒരു സോഷ്യൽ ഹ്യൂമൻ ബീങ് എന്ന് പറയുമ്പോൾ തന്നെ ഞാനൊരു റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഏജൻറ്റാണ്. എനിക്കും കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് എൻ്റെ സൊസൈറ്റിയിൽ. അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്, ആ സോഷ്യലൈസേഷൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിങ്ങിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ആ സോഷ്യൽ വെൽഫെയർ ഓഫ് യുവർ സൊസൈറ്റി എന്നാണ് ബഗാഡ് പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ബഗാഡ് ഡിഫൈൻ സോഷ്യലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് വർക്കിംഗ് ടു, ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ബിക്കോസ് ദ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പ്സ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇതിലൂടെ ആ ഗ്രൂപ്പിൻ്റെ ഉത്തരവാദിത്തത്തെ വികസിപ്പിക്കണമെങ്കിൽ ഓ ബീങ് ഗൈഡഡ് ബൈ ദ വെൽഫെയർ നീഡ് ഓഫ് ദ അതേഴ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് ഉന്നമനം നിന്നുകൊണ്ടുള്ള മറ്റുള്ള ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ, ആ ഉത്തരവാദിത്തപരമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് സോഷ്യലൈസേഷൻ. ബഗാഡാണ് ഈ നിർവചനം കൊടുത്തിരിക്കുന്നത്. ബഗാഡ് ഡിഫൈൻ സോഷ്യലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് വർക്കിംഗ് ടുഗദർ ഓഫ്, എന്തിനാണ് നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത്? ഡെവലപ്പിംഗ് എ ഗ്രൂപ്പ് റെസ്പോൺസിബിലിറ്റി വളർത്തിയെടുക്കുന്നതിന്. അങ്ങനെ ഒരു ഗ്രൂപ്പ് റെസ്പോൺസിബിലിറ്റി വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ ദാറ്റ് ഗ്രൂപ്പ് റെസ്പോൺസിബിലിറ്റി ഗൈഡഡ് ബൈ ദ വെൽഫെയർ ഓഫ് ദ നീഡ് ഓഫ് യുവർ സൊസൈറ്റി, എൻ്റെ സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടിയിട്ട്. അടുത്ത നെക്സ്റ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ഡെഫിനിഷൻ കൂടി നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഗ്രീൻ സേവ്, സോഷ്യലൈസേഷൻ ഈസ് ദ പ്രോസസ് വിച്ച് ദ ചൈൽഡ് അക്വയർ ദ കൾച്ചർ കണ്ടൻറ്റ് അലോങ് വിത്ത് സെൽഫ്ഹുഡ് ആൻഡ് പേഴ്സണാലിറ്റി. ഒരു കുട്ടി എന്നുള്ള നിലയിൽ അവൻ തൻ്റെ സൊസൈറ്റിയിൽ നിന്നും താൻ നേടിയെടുക്കുന്ന ചില അറിവുണ്ട്. സംസ്കാരം എന്താണ്, ഇല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്, സംസ്കാരത്തിൻ്റെ കണ്ടൻറ്റ് എന്താണ്, അല്ല എന്തൊക്കെ അടങ്ങിയത് സംസ്കാരത്തിലാകുമ്പോൾ അതിൻ്റെ ബിലീഫ്, വാല്യൂ, നോംസ്, അതാണ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. എലോങ് വിത്ത് സെൽഫ്ഹുഡ്, ഇല്ലെങ്കിൽ താൻ ആരാണ്, തൻ്റെ സെൽഫ്ഹുഡ് എന്ന് വെച്ചാൽ താൻ ആരാണ് എന്നുള്ള വിശ്വാസം, എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ വ്യക്തിത്വം എന്താണ്, തനിക്ക് തൻ്റെ സൊസൈറ്റിയിലുള്ള ആസ് എ മെമ്പർ, അതാണ് സെൽഫ്ഹുഡ് എന്ന് പറയുമ്പോൾ താൻ ആരാണെന്ന് താൻ മനസ്സിലാക്കുന്നു. ഐഡൻറ്റിറ്റിയാണ്. പിന്നെ പേഴ്സണാലിറ്റി, തൻ്റെ വ്യക്തിത്വം എന്താണെന്നൊരു കുട്ടി പഠിച്ചെടുക്കുന്നതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത് സോഷ്യലൈസേഷൻ ഈസ് ദ പ്രോസസ്. അതായത് ആ പ്രോസസ്സാണ്, നമ്മളെ സഹായിക്കുന്ന ഏജൻ്റാണ്. ഓക്കെ, സോഷ്യലൈസേഷൻ പ്രോസസ് വിച്ച് ചൈൽഡ് ഒക്കെ ഒരു കൾച്ചർ കണ്ടൻറ്റ് എലോങ് വിത്ത് സെൽഫ്ഹുഡ് ആൻഡ് പേഴ്സണാലിറ്റി. വ്യക്തിത്വത്തെ ഞാനൊരു ഐഡൻറ്റിറ്റി ഉള്ള പേഴ്സണാലിറ്റി ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എനിക്കൊരു വ്യക്തിത്വം ഞാൻ നേടിയെടുക്കുന്നത് എൻ്റെ സംസ്കാരത്തിൽ നിന്ന്, എൻ്റെ എഡ്യൂക്കേഷനിൽ നിന്ന്. ആ എഡ്യൂക്കേഷൻ, അറിവ് ഒക്കെ ഞാൻ നേടിയെടുക്കുന്നത് ഇസ് ദ പാർട്ട് ഓഫ് മൈ കൾച്ചർ. അങ്ങനെ എന്നെ സഹായിക്കുന്നത് എന്താണോ എൻ്റെ വ്യക്തിത്വം നിർവഹിക്കുന്നതിന്, വ്യക്തിത്വം മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തെ മോഡിഫൈ ചെയ്തെടുക്കുന്നത് എൻ്റെ സോഷ്യലൈസേഷനിലൂടെയാണ്. ഇതാണ് ഗ്രീൻ സേവ്സ്. ഗ്രീൻ വളരെ ഫേമസ് ആയിട്ടുള്ള എമിനൻ്റ് ആയിട്ടുള്ള മറ്റൊരു സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സോഷ്യലൈസേഷൻ്റെ ഒരു നിർവചനമാണ് നൽകിയിരിക്കുന്നത്. ദെൻ പീറ്റർ വെസ്ലി, അക്കോർഡിംഗ് ടു പീറ്റർ വെസ്ലി എക്സ്പ്ലെയിൻ ദ സോഷ്യലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ. ഇവിടെ നമ്മൾ ഒരു സാംസ്കാരിക കൈമാറ്റ പ്രക്രിയയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല മോഡിഫിക്കേഷൻ
അക്യുലറേഷനെ കുറിച്ച് പറഞ്ഞതുപോലെ ദ കൾച്ചർ പ്രോസസ് വേർ ബൈ മാൻ ലേൺ ദ റൂൾസ് ആൻഡ് പ്രാക്ടീസ് സോഷ്യൽ ഗ്രൂപ്പ്. ഒരു സോഷ്യൽ ഗ്രൂപ്പിലെ മെമ്പർ എന്നുള്ള നിലയിൽ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഒരു വ്യക്തി പഠിച്ചെടുക്കുന്ന റൂളുകളും പ്രാക്ടീസുകളും ആ പ്രോസസ്സിനെയാണ് ദ പ്രോസസ് വേർ ബൈ ദി മാൻ ലേൺ ദ റൂൾസ് ആൻഡ് പ്രാക്ടീസ്. ഒരു സോഷ്യൽ ഗ്രൂപ്പ് പിന്നെ വി ബിക്കം ദ മെമ്പർ ഓഫ് ദ സൊസൈറ്റി ഞാനൊരു ഈ സോഷ്യൽ ഗ്രൂപ്പിലെ മെമ്പർ എന്നുള്ള നിലയിൽ ഈ സൊസൈറ്റിയിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പ്രാക്ടീസ്, നോംസ്, ബിലീഫ്സ്, വാല്യൂസ് അല്ലെ, പ്രാക്ടീസുകൾ എന്താണ്, റൂൾ ആൻഡ് റെഗുലേഷൻ. അപ്പോൾ ഇങ്ങനെ ഞാൻ നേടിയെടുക്കുന്ന ആ പ്രോസസ്സിങ് എന്നെ സഹായിക്കുന്ന ഒരു പ്രോസസ്സ്, ഈ പ്രോസസ്സ് എന്ന് പറയത്തില്ലേ, പ്രക്രിയ, അത് എൻ്റെ എഡ്യൂക്കേഷനിൽ നിന്നും എൻ്റെ ഫാമിലിയിൽ നിന്നും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ പഠിച്ചെടുക്കുമ്പോൾ എൻ്റെ കൾച്ചറിനൊരു ട്രാൻസ്മിഷൻ സംഭവിക്കുന്നു, മോഡിഫിക്കേഷൻ. എന്നും എൻ്റെ പഴയ കൾച്ചറിനെ കൊണ്ട് ഞാൻ അവിടെ ഇരിക്കും ഇല്ല, അവിടെ എൻ്റെ കൾച്ചറിനൊരു ചേഞ്ചിങ്, എൻ്റെ സൊസൈറ്റി മാറുന്നതിനനുസരിച്ച് എൻ്റെ കൾച്ചർ മാറും. അപ്പോൾ ആ ട്രാൻസ്മിഷൻ സംഭവിക്കും, കൾച്ചറൽ കൈമാറ്റ പ്രക്രിയ. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ സംഭവിക്കുന്ന ആ കൾച്ചറിനെ വിളിക്കുന്ന പേരാണ്, ആ കൾച്ചർ ട്രാൻസ്മിഷൻ സംഭവിക്കുന്ന ഏതിൽ കൂടാണ്? ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെയാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൾച്ചറിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ അക്വയർഡ് ചെയ്തെടുക്കുന്നു. മോഡിഫിക്കേഷൻ യുവർ ഓൺ കൾച്ചർ, ദാറ്റ് മീൻസ് അക്യുലറേഷൻ. ഓക്കെ, അപ്പോൾ പീറ്റർ വെസ്ലി എക്സ്പ്ലെയിൻ സോഷ്യലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്മിഷൻ. കൾച്ചറിനെ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ സോഷ്യലൈസേഷനാണ്. വെറുതെ കൾച്ചർ അങ്ങ് മാറുമോ? ഇല്ല, ഇറ്റ് നെവർ ചേഞ്ച്, but with the help of socialization. As the process whereby man learn rules and practice social group എന്ന നിലയിൽ ഒരു മനുഷ്യൻ അവിടെ നിന്ന് നേടിയെടുക്കുന്ന റൂളുകളും പ്രാക്ടീസുകളെയും വിളിക്കുന്ന പ്രക്രിയയാണ്, സമ്പ്രദായത്തെ വിളിക്കുന്ന പേരാണ് സോഷ്യലൈസേഷൻ. മനസ്സിലായല്ലോ? ഇനി ഹൗ സോഷ്യലൈസേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്താണ് സോഷ്യലൈസേഷൻ ഇത്രയധികം പ്രാധാന്യം എന്ന് പറയുന്നത്? സോഷ്യലൈസേഷൻ കൺവേർട്ട് മാൻ ദ ബയോളജിക്കൽ ബീയിങ് ടു മാൻ എ സോഷ്യൽ ബീയിങ്. ഒരു മനുഷ്യനെ ജീവശാസ്ത്രപരമായ അസ്തിത്വത്തിൽ നിന്നും ഒരു മനുഷ്യനെ ഒരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ്, നമ്മളൊരു ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ ആനിമലായിട്ട് മാറ്റിയെടുക്കുന്നത് ഈ സോഷ്യലൈസേഷനിലൂടെ. നമ്മളൊരു മനുഷ്യനാണ്, ഓക്കെ, നമുക്കറിയാം, നമ്മൾ ജനിച്ചു, നമ്മളൊരു മനുഷ്യനായി ജനിച്ചു. പക്ഷേ മനുഷ്യൻ, ആ ഒരു മാൻ എങ്ങനെയാണ് ബയോളജിക്കൽ മാനിൽ നിന്നും ഒരു സോഷ്യൽ മാനായിട്ട്, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആനിമലാണ്. അങ്ങനെ സോഷ്യൽ ആനിമലായിട്ട് മാറണമെങ്കിൽ അവന് ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ യുവർ സൊസൈറ്റി വേണം. നമ്മൾ സമൂഹത്തിലെ മറ്റു മെമ്പേഴ്സുമായിട്ട് ഇൻ്റർമിംഗ്ലിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ സോഷ്യൽ ആനിമലായി മാറുന്നത്, ആ ഗ്രൂപ്പിലെ മെമ്പറായി തീരുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ജീവിയെ മാറ്റി ഒരു ജീവിയായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. നമ്മളിപ്പം ആനിമലിനെ പോലെ തന്നെയാണ് നമ്മൾ ജനിക്കുന്ന സമയത്ത്, അല്ലേ? കാര്യം ഒരു മനുഷ്യനായി തീരണമെങ്കിൽ, സാമൂഹ്യ ജീവിയായി തീരണമെങ്കിൽ നമുക്ക് ഈ സോഷ്യൽ പ്രോസസ്സിങ് വേണം, ഇല്ലെങ്കിൽ നമുക്കൊരു മനുഷ്യനായി മാറാൻ കഴിയത്തില്ല. അങ്ങനെ നമ്മളെ മാറ്റിയെടുക്കുന്ന, കൺവെർട്ട് ചെയ്യുന്നൊരു പ്രക്രിയയാണ്. അല്ല, നിങ്ങൾക്ക് അറിയത്തില്ല, ഒരു കുട്ടി അവൻ്റെ സോഷ്യൽ വാല്യൂസും നോംസും പഠിച്ചെടുക്കുന്നത് അവൻ്റെ സ്കൂളിൽ നിന്നാണ്, നമ്മളെപ്പോഴും പഠിക്കും. അപ്പോൾ അങ്ങനെ അവനെ മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയ, ദാറ്റ് ഈസ് നമുക്ക്, ഫോർ എക്സാമ്പിൾ, യുവർ എഡ്യൂക്കേഷൻ സിസ്റ്റം. വി കൺവെർട്ട് ബയോളജിക്കൽ മാൻ ഇൻ ടു സോഷ്യൽ മാൻ. ഓക്കെ, അതിന് സഹായിക്കുന്നത് സോഷ്യലൈസേഷനാണ്. സോഷ്യലൈസേഷൻ കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സൺ. പിന്നെ നമ്മുടെ വ്യക്തിത്വത്തെ വാർത്തെടുക്കുന്നത്, വി ദ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. നമ്മളൊരു സൊസൈറ്റിയിലെ മെമ്പർ ആകുന്നത് ഞാൻ എന്നാ മനസ്സിലാക്കുന്നത്, വി ഹാവ് എ പേഴ്സണാലിറ്റി, വി ഹാവ് എ ഐഡൻറ്റിറ്റി. എനിക്കൊരു വ്യക്തിത്വം ഉണ്ട് ഈ സൊസൈറ്റിയിൽ. ആ വ്യക്തിത്വം മോഡിഫിക്കേഷൻ ഓഫ് യുവർ പേഴ്സണാലിറ്റി പറയുന്നത് എന്താണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സോഷ്യലൈസേഷനാണ്. ഇനി ഹെൽപ്പ് ടു ബിക്കേം എ ഡിസിപ്ലിൻ. വി ദ മെമ്പർ ഓഫ് ദ സൊസൈറ്റി, വി ഹാവ് ലോട്ട് ഓഫ് ഡിസിപ്ലിൻ. ഞാനൊരു അച്ചടക്കമൊക്കെ എനിക്ക് നേടിയെടുക്കുന്നത് സൊസൈറ്റി. എനിക്ക് കുറച്ച് കൾച്ചറും മാനേഴ്സും ഡിസിപ്ലിനൊക്കെ ഉണ്ട് ഞാൻ ഈ സൊസൈറ്റിയിലെ മെമ്പർ എന്നുള്ള നിലയിൽ. ആ ഒരു ഡിസിപ്ലിൻ ഞാൻ നേടിയെടുക്കുന്നതും സോഷ്യലൈസേഷൻ പ്രോസസ്. ഇപ്പം നമ്മൾ സ്കൂളിൽ, ഫോർ എക്സാമ്പിൾ, നമുക്ക് വീട്ടിലും ഡിസിപ്ലിൻ ഉണ്ടാവണം, ബട്ട് നമ്മൾ സ്കൂളിൽ ചെന്ന് സ്കൂളുകളിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറും കുറച്ച് നോളജ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല. ഒരുപാട് ഡിസിപ്ലിൻ, മാനേഴ്സ്, മോറൽ ഡെവലപ്മെൻറ്റ് ഒക്കെ അവിടെ നിന്നും നമ്മൾ നേടിയെടുക്കുന്നു. അച്ചടക്കം, ഹൗ ക്യാൻ വി ബിഹേവ് അതേഴ്സ്. അപ്പോൾ അതൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന സ്കൂളിൽ നിന്നുമാണ്. ഹെൽപ്പ് ടു ഇനാക്ട് ഡിഫറെൻറ്റ് റോൾ. പിന്നെ നമുക്ക് സൊസൈറ്റിയിൽ ഡിഫറെൻറ്റ് റോളുകളുണ്ട്. ആസ് എ മദർ, ആസ് എ ടീച്ചർ, ആസ് എ പാരൻറ്റ്, ആസ് എ ഹൗസ് വൈഫ്, അപ്പോൾ ഇത്തരത്തിലുള്ള റോളുകൾ ഞങ്ങൾ വഹിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സിലാണ്. ഞാനൊരു മദറാണ്, ഞാനൊരു പാരൻ്റാണ് എന്നുള്ള നിലയിലുള്ള ആ സോഷ്യൽ റോളുകളുടെ ഇതെല്ലാം ആക്ടിങ് ആണ്, അല്ലേ? ഇനാക്ടിങ് ഡിഫറെൻറ്റ് ആക്ട്സ്. ഇത്തരത്തിലുള്ള റോൾസുകളിനെ ആക്ട് ചെയ്യാൻ എന്നെ സഹായിക്കുന്നത് ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സിൻ്റെ ഒരു ഏജൻറ്റ് എന്നുള്ള നിലയിലാണ്. മനസ്സിലായിട്ടുണ്ട്? അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകൾ എനിക്ക് ഈ സൊസൈറ്റിയിലുണ്ട് എന്ന് ഞാൻ മദർ എന്നുള്ള നിലയിൽ എനിക്കൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എനിക്ക് ആസ് എ പാരൻറ്റ്ഹുഡ് എന്നുള്ള നിലയിൽ വി ഹാവ് ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി.
ഓക്കെ, അതൊക്കെ ഞാനിതിലൂടെ നേടിയെടുക്കുന്നു. പ്രൊവൈഡ് ദ നോളജ് ഓഫ് സ്കിൽസ്. നമുക്ക് നോളജിലൂടെ സ്കില്ല് നേടിയെടുക്കുകയാണ്. നമ്മൾ എഡ്യൂക്കേഷൻ ലഭിക്കുന്നത് എന്തിനാ? വി അക്കോർഡ് ഫ്രം ദ എഡ്യൂക്കേഷൻ ഫ്രോം വി ഗെറ്റ് മെനി എബിലിറ്റീസ് ഓർ സ്കിൽ ഫ്രോം എഡ്യൂക്കേഷൻ. അതായത് വിദ്യാഭ്യാസത്തിലൂടെ എനിക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ്, നമുക്കറിയാലോ കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് യുവർ സൈക്കോമോട്ടർ ഡൊമൈൻ. നമ്മൾ പഠിച്ചു ബെഞ്ചമിൻ ബ്ലൂമിൻ്റെ ടാക്സോണമി ഓഫ് ലേണിംഗിൽ അല്ലേ, സൈക്കോളജിയിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള കഴിവ് എനിക്ക് നേടിയെടുപ്പിച്ച് തരുന്നത് ഫ്രം യുവർ എഡ്യൂക്കേഷൻ, അതിനെയാണ് നോളജ് സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് സ്കോപ്പ് ഓഫ് ബിൽഡിംഗ് ദ ബ്രൈറ്റ് ഫ്യൂച്ചർ. എനിക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ, ബിക്കോസ് ഐ എം ദ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. ഞാൻ ഈ സൊസൈറ്റിയിലെ മെമ്പർ എന്നുള്ള നിലയിൽ, നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള നിലയിൽ, ഒരു ഗുഡ് സിറ്റിസൺ എന്നുള്ള നിലയിൽ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ, എനിക്ക് ഒരുപാട് വിലപ്പെട്ട മികവാർന്ന സാധ്യതകൾ എനിക്ക് നേടിത്തരുന്നത് എൻ്റെ സോഷ്യലൈസേഷനിലൂടെയാണ് അല്ലേ. കാര്യം ഞാൻ നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, ഒരു ഒക്കുപ്പേഷൻ എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നു, എനിക്ക് തൊഴിൽ നേടിയെടുക്കാൻ കഴിയുന്നു, എനിക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ എൻ്റെ സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെയാണ്. ഒരു ബെറ്റർ ഫ്യൂച്ചർ, ബിൽഡിംഗ് ദ ബെറ്റർ ഫ്യൂച്ചർ. ഓക്കെ, ദെൻ ഇറ്റ് ഹെൽപ്പ് ദ ട്രാൻസ്മിഷൻ. ഞാൻ പറഞ്ഞൊരു ആ കൾച്ചറൽ ട്രാൻസ്മിഷനെ, നമ്മുടെ സംസ്കാരത്തെ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നത് സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, ദെൻ ഹെൽപ്പ് ടു റിഡ്യൂസ് സോഷ്യൽ ഡിസ്റ്റൻസ്. നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും കുറച്ച് സോഷ്യൽ ഡിസ്റ്റൻസുകളുണ്ട്. ആ ഡിസ്റ്റൻസിൻ്റെ ആവശ്യം നമുക്കില്ല. ബിക്കോസ് നമ്മളെല്ലാവരും സൊസൈറ്റിയിലെ ഒരു മെമ്പേഴ്സാണ്. നമുക്ക് ഒരു വ്യത്യസ്തമില്ല. ആ ഒരു ഡിസ്റ്റൻസ് നമുക്കെപ്പോഴും റെഡ്യൂസ് സം ഡിസ്റ്റൻസ്, ആ ഒരു ഡിസ്റ്റൻസിനെ കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നത് ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, ആൻഡ് കോൺട്രിബ്യൂട്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സോഷ്യൽ ഓർഡർ. അത് സാമൂഹ്യ ക്രമത്തിൻ്റെ നമ്മുടെ സോഷ്യൽ ഓർഡറിനെ കുറിച്ച് അറിയാലോ. ആ സാമൂഹ്യ ക്രമം എന്ന് പറയുന്നത് സോഷ്യൽ ഓർഡറിനെ നമ്മൾ മെയിൻറ്റെയിനിങ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? നമ്മുടെ നോംസും നമ്മുടെ വാല്യൂസിലൂടെയാണ്. അപ്പോൾ ആ സോഷ്യൽ ഓർഡറിനെ സ്ഥിരപ്പെടുത്തി, അല്ലെങ്കിൽ സോഷ്യൽ ഓർഡറിനെ സ്ഥിരപ്പെടുത്തി നിർത്തുന്നത് സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ നോംസും വാല്യൂസും വേണം. എന്താണ് ശരി തെറ്റുകൾ? അപ്പോൾ സോഷ്യൽ ഓർഡറിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നില്ലെങ്കിൽ നമ്മൾ ഡിസോർഡർ വരുത്തില്ലേ. അപ്പോൾ ഡിസോർഡർ വരികയാണെങ്കിൽ അത് നമുക്ക് റോങ് തിങ് ആണ് നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ ഓർഡറിനെ മെയിൻറ്റെയിനിങ് ചെയ്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റെബിലിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ ഒരു സുസ്ഥിരാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോകണം. സോഷ്യൽ ഓർഡറിനെ നിലനിർത്തി കീപ്പ് ചെയ്യണം. ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സോഷ്യലൈസേഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.